ഹലോ. അപ്പോൾ ഞാനിന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വെണ്ടയ്ക്ക മാത്രമല്ല, ഒരു 2 പയർ കൂടി അതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. പയറും അതുപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും പയറും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ആവശ്യമായത്ര മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. ഇനി ഒരു 5 മിനിറ്റ്സ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്താൽ അതിനായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതാ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.